ആദ്യത്തെ സെൻറ്റൻസിലേക്ക് കടക്കാം. നമ്മൾ അവിടെ എങ്ങനെ എത്തിച്ചേരും? നമ്മൾ അവിടെ എങ്ങനെ എത്തിച്ചേരും? നമ്മൾ എങ്ങനെ എന്ന് ചോദിക്കുന്നതിന് ഹൗ ഡു വി എന്ന് യൂസ് ചെയ്യുവേ. നമ്മൾ എങ്ങനെ, ഹൗ ഡു വി. എത്തിച്ചേരുക എന്നതിന് ഗെറ്റ് ദെയർ. ഹൗ ഡു വി ഗെറ്റ് ദെയർ. നീ വാക്കു പാലിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാം? എനിക്ക് എങ്ങനെ അറിയാം എന്നുള്ളതിന് ഹൗ ഡു ഐ നോ. എനിക്കെങ്ങനെ അറിയാം, ഹൗ ഡു ഐ നോ. നീ വാക്കു പാലിക്കുമെന്ന് യു വിൽ കീപ്പ് യുവർ വേർഡ്. യു വിൽ കീപ്പ് യുവർ വേർഡ്. ഹൗ ഡു ഐ നോ യു വിൽ കീപ്പ് യുവർ വേർഡ്. അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം? അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം? എനിക്കെങ്ങനെ അറിയാം എന്നുള്ളതിന് ഹൗ ഡു ഐ നോ. ഹൗ ഡു ഐ നോ. അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് വാട്ട് ഹീ ഈസ് തിങ്കിങ്. വാട്ട് ഹീ ഈസ് തിങ്കിങ്. അവനെന്നാൽ ഹീ. ഹൗ ഡു ഐ നോ വാട്ട് ഹീ ഈസ് തിങ്കിങ്. ഇനി പുതിയൊരു സെൻറ്റൻസ് നോക്കാവേ. അത് കൃത്യം അതിൻ്റെ പകുതിയാണോ? അത് കൃത്യം അതിൻ്റെ പകുതിയാണോ എന്നെങ്ങനെ ചോദിക്കാം? കൃത്യം എന്നുള്ളതിന് നമ്മൾ എക്സാക്ട്ലി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കൃത്യം, എക്സാക്ട്ലി, പകുതി, ഹാഫ്, അത്, ദാറ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈസ് ഇറ്റ് എക്സാക്ട്ലി ഹാഫ് ഓഫ് ദാറ്റ്? ഈസ് ഇറ്റ് എക്സാക്ട്ലി ഹാഫ് ഓഫ് ദാറ്റ്? അടുത്തൊരു സെൻറ്റൻസേ. നീ വളരെ ക്ഷിപ്രകോപിയാണ്. നീ വളരെ ക്ഷിപ്രകോപിയാണ്. ക്ഷിപ്രകോപി എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളെ. ക്ഷിപ്രകോപിക്ക് ഇംഗ്ലീഷിൽ ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരെ നമ്മൾ ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ എന്ന് പറയുവേ. നീ വളരെ, യു ആർ വെരി ഷോർട്ട് ടെമ്പേർഡ്. നീ എന്ന് വെച്ചാൽ യു. യു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആറേ ചേർക്കൂ. യു ആർ വെരി ഷോർട്ട് ടെമ്പേർഡ്. നീ വളരെ ക്ഷിപ്രകോപിയാണ്. ഇനി പുതിയൊരു സെൻറ്റൻസ് നോക്കാവേ. നിന്നെ യാത്രയയക്കാൻ ഞാൻ വരാം. നിന്നെ യാത്രയയക്കാൻ ഞാൻ വരാം. ഞാൻ വരാം എന്നുള്ളതിന് ഐ വിൽ കം. ഞാൻ വരാം, ഐ വിൽ കം. പിന്നെ യാത്ര അയക്കാൻ അല്ലെങ്കിൽ കയറ്റി വിടാൻ എന്നൊക്കെ ഉള്ളതിന് സി യു ഓഫ് എന്ന് പറയും. സി യു ഓഫ്. ഐ വിൽ കം ടു സി യു ഓഫ്. സിമ്പിൾ അല്ലേ? ഐ വിൽ കം ടു സി യു ഓഫ്. അടുത്ത സെൻറ്റൻസേ. അത് അങ്ങനെ ആയിരിക്കും. എങ്ങനെ നമ്മൾ പറയും? അത് അങ്ങനെ ആയിരിക്കും. അങ്ങനെ എന്നുള്ളതിന് സോ എന്നുപയോഗിക്കും. ആയിരിക്കും, വിൽ ബി. അത്, ഇറ്റ്. ഇറ്റ് വിൽ ബി സോ. അതങ്ങനെ ആയിരിക്കും. ഇറ്റ് വിൽ ബി സോ. അടുത്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. അതെങ്ങനെ പറയും? എനിക്ക് തോന്നുന്നു, ഐ തിങ്ക്. ഐ തിങ്ക്. നമ്മൾ, വി. മുൻപ് കണ്ടിട്ടുണ്ട്, ഹാവ് മെറ്റ് ബിഫോർ. ഇവിടെ നമ്മൾ മീറ്റ് എന്ന് പറയത്തില്ല, ഹാവ് മെറ്റ് ബിഫോർ. ഒട്ടും തന്നെ ഗ്രാമർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഗ്രാമർ ഇട്ട് പറഞ്ഞ് നമ്മുടെ തല പുകയ്ക്കണ്ട. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇത് കേട്ട് 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 പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടെന്ന്. ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. അടുത്തൊരു സെൻറ്റൻസേ. നിനക്ക് കൂടെ വരണമെന്നുണ്ടെങ്കിൽ തയ്യാറാവുക. നിനക്ക് കൂടെ വരണമെന്നുണ്ടെങ്കിൽ തയ്യാറാവുക. തയ്യാറാവുക എന്നതിന് ഗെറ്റ് റെഡി എന്ന് പറയുവേ. തയ്യാറാവുക, ഗെറ്റ് റെഡി. വേണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട്. വേണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട്. കൂടെ വരണം, കം എലോങ്. കം എലോങ്. എലോങ് എന്ന് വെച്ചാൽ കൂടെ. കം എലോങ് എന്ന് വെച്ചാൽ കൂടെ വരണം. നിനക്ക് കൂടെ വരണമെന്നുണ്ടെങ്കിൽ തയ്യാറാവുക. ഗെറ്റ് റെഡി ഇഫ് യു വാണ്ട് ടു കം എലോങ്. ഗെറ്റ് റെഡി ഇഫ് യു വാണ്ട് ടു കം എലോങ്. നെക്സ്റ്റ് സെൻറ്റൻസേ. നിൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? അപ്പം നമ്മൾ നിങ്ങളുടെ ഒരാളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ചോദിക്കാം.
നിൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? ഹൗ ഡു യു സ്പെൽ യുവർ നെയിം? എങ്ങനെയാണ് ചോദിക്കണ്ടേ? ഹൗ ഡു യു സ്പെൽ യുവർ നെയിം? അടുത്തത്, നമുക്ക് അവളെ ക്ഷണിച്ചാലോ? നമ്മളൊരാട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹസ്ബൻഡിനോട് ചോദിക്കുക, നമുക്ക് അവളെ ക്ഷണിച്ചാലോ? ഷാൾ വി ഇൻവൈറ്റ് ഹെർ? ഷാൾ വി ഇൻവൈറ്റ് ഹെർ? നമുക്കവളെ ക്ഷണിച്ചാലോ? അടുത്ത സെൻറ്റൻസേ, നമുക്ക് രാവിലെ ഭക്ഷണത്തിന് ശേഷം നടക്കാൻ പോയാലോ? നമുക്ക് രാവിലെ ഭക്ഷണത്തിന് ശേഷം നടക്കാൻ പോയാലോ? പോയാലോ എന്നുള്ളതിന് ഷാൾ വി ഗോ. നടക്കുക എന്നുള്ളതിന് വാക്ക്. ഭക്ഷണത്തിന് ശേഷം ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഷാൾ വി ഗോ ഫോർ എ വാക്ക് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്? ഷാൾ വി ഗോ ഫോർ എ വാക്ക് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്? നമുക്ക് നടക്കണോ അതോ ടാക്സിക്ക് പോയാലോ? നമുക്ക് നടക്കണോ അതോ ടാക്സിക്ക് പോയാലോ? എങ്ങനെ ചോദിക്കും? ഷാൾ വി വാക്ക് ഓർ ടേക്ക് എ ടാക്സി? അല്ലെങ്കിൽ ടേക്ക് എ ടാക്സിക്ക് പകരം ഹയർ എ ടാക്സി എന്നും പറയാവേ. ഷാൾ വി വാക്ക് ഓർ ടേക്ക് എ ടാക്സി അല്ലെങ്കിൽ ഹയർ എ ടാക്സി. രണ്ടിൻ്റെ മീനിങ് ഒന്നാണ്. ടാക്സിക്ക് പോയാലോ അല്ലെങ്കിൽ ടാക്സി പിടിച്ചാലോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹയർ എ ടാക്സി. അടുത്തത്, നിനക്ക് സമയം എത്രയായെന്ന് വല്ല ബോധവും ഉണ്ടോ? ആർ യു അവെയർ ഓഫ് ദ ടൈം? അവെയർ എന്ന് വെച്ചാൽ ബോധമാണ്. അപ്പം നിനക്ക് സമയം എത്രയായെന്ന് വല്ല ബോധം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. ആർ യു അവെയർ ഓഫ് ദ ടൈം? ഓക്കെ, നെക്സ്റ്റ്, നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ? നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ? നീ ശ്രമിക്കുകയാണോ എന്നുള്ളതിന് ആർ യു ട്രൈയിങ്? നീ ശ്രമിക്കുകയാണോ? ആർ യു ട്രൈയിങ്? എന്നെ ഒഴിവാക്കാൻ ടു അവോയ്ഡ് മീ. ടു അവോയ്ഡ് മീ. ആർ യു ട്രൈയിങ് ടു അവോയ്ഡ് മീ? ഓക്കെ, നെക്സ്റ്റ്, നീ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നീ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നേ? നീ ഇത് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുന്നതിന് ആർ യു ഡൂയിങ് ഇറ്റ്? നീ ഇത് ചെയ്യുന്നതാണോ? ആർ യു ഡൂയിങ് ഇറ്റ്? മനഃപൂർവ്വം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളതിന് ഓൺ പർപ്പസ് എന്ന് പറയേ. ഓൺ പർപ്പസ്. ആർ യു ഡൂയിങ് ഇറ്റ് ഓൺ പർപ്പസ്? ആർ യു ഡൂയിങ് ഇറ്റ് ഓൺ പർപ്പസ്? ഇനി അടുത്തൊരു സെൻറ്റൻസേ, നീ കല്യാണം കഴിച്ച് സെറ്റിലാകാൻ പോവുകയാണോ? നീ കല്യാണം കഴിച്ച് സെറ്റിലാകാൻ പോവുകയാണോ? എങ്ങനെയാണ് ചോദിക്കുന്നേ? സെറ്റിലാകാൻ പോവുകയാണോ എന്ന് നമുക്ക് സെറ്റിൽ ഡൗൺ. സെറ്റിൽ ഡൗൺ എന്ന് പറയാമേ. കല്യാണം കഴിച്ച് ഗെറ്റ് മാരീഡ്. ഗെറ്റ് മാരീഡ്. ആർ യു ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ആൻഡ് സെറ്റിൽ ഡൗൺ? ഓക്കെ, നെക്സ്റ്റ്, നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ സഹോദരനെ കൂടെ കൊണ്ടുവന്നുകൂടാ? നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ സഹോദരനെ കൂടെ കൊണ്ടുവന്നുകൂടാ? നിനക്ക് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് നമ്മൾ വൈ ഡു നോട്ട് യു? വൈ ഡു നോട്ട് അല്ലെങ്കിൽ വൈ ഡോണ്ട് യു? നിനക്ക് എന്തുകൊണ്ട്? വൈ ഡു നോട്ട് യു? കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രിങ്. കൂടെ എന്നുള്ളതിന് എലോങ്. എലോങ്. യുവർ ബ്രദർ. നിൻ്റെ സഹോദരനെ. വൈ ഡോണ്ട് യു ബ്രിങ് യുവർ ബ്രദർ എലോങ്? വൈ ഡോണ്ട് യു ബ്രിങ് യുവർ ബ്രദർ എലോങ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിനക്ക് എന്തുകൊണ്ട് ചെറുതായിട്ട് ഉറങ്ങിക്കൂടാ? നിനക്ക് എന്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് പോയി ഉറങ്ങിക്കൂടാ? വൈ ഡോണ്ട് യു ടേക്ക് എ നാപ്പ്? വൈ ഡോണ്ട് യു ടേക്ക് എ നാപ്പ്? നാപ്പ് എന്ന് വെച്ചാൽ ഉച്ചമയക്കത്തിനില്ലേ, ഉച്ചമയക്കത്തിന് പറയുന്നതാണ് നാപ്പ്. നിനക്ക് എന്തുകൊണ്ട് എന്നുള്ളതിന് വൈ ഡോണ്ട് യു? വൈ ഡോണ്ട് യു? നിനക്ക് എന്തുകൊണ്ട് ഉച്ചയ്ക്കൊന്ന് ഉറങ്ങിക്കൂടാ? വൈ ഡോണ്ട് യു ടേക്ക് എ നാപ്പ്? അടുത്ത സെൻറ്റൻസ്, നിനക്ക് എന്തുകൊണ്ട് ഒരാഴ്ച അവധി എടുത്തുകൂടാ? എങ്ങനെ ചോദിക്കാം? നിനക്ക് എന്തുകൊണ്ട് ഒരാഴ്ച അവധി എടുത്തുകൂടാ? നിനക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ? വൈ ഡോണ്ട് യു ടേക്ക്? ടേക്ക് എന്ന് വെച്ചാൽ എടുക്കുക. അപ്പോൾ എടുത്തുകൂടാന്ന് വെച്ചാൽ ഡോണ്ട് യു ടേക്ക്. വൈ ഡോണ്ട് യു ടേക്ക് ഒരാഴ്ച അവധി? എ വീക്ക് ഓഫ്. എ വീക്ക് ഓഫ്. നിനക്ക് എന്തുകൊണ്ട് ഒരാഴ്ച അവധി എടുത്തുകൂടാ? വൈ ഡോണ്ട് യു ടേക്ക് എ വീക്ക് ഓഫ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് പോയത് കണ്ടുകൂടാ? നമുക്ക് എന്തുകൊണ്ട് അത് ഒരുമിച്ച് പോയി കണ്ടുകൂടാ? വൈ ഡോണ്ട് വി ഗോ ആൻഡ് സീ ഇറ്റ് ടുഗെദർ?
നമുക്കെന്തുകൊണ്ട്. വൈ ഡോണ്ട് വി. വി എന്ന് വെച്ചാൽ നമ്മൾ. നമുക്കെന്തുകൊണ്ട്. വൈ ഡോണ്ട് വി. ഒരുമിച്ച് എന്നുള്ളതിന് ടുഗെദർ എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ടുഗെദർ, ഒരുമിച്ച്. അപ്പോൾ എങ്ങനെ പറയാം? വൈ ഡോണ്ട് വി ഗോ ആൻഡ് സീ ഇറ്റ് ടുഗെദർ. വൈ ഡോണ്ട് വി ഗോ ആൻഡ് സീ ഇറ്റ് ടുഗെദർ. നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് പോയി അത് കണ്ടുകൂടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. അവർക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ. അവർക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ. അവർക്ക് എന്തുകൊണ്ട് എന്നുള്ളതിന് വൈ ഡോണ്ട് ദേ. വൈ ഡോണ്ട് ദേ. സ്വയം എന്നുള്ളതിന് ദെംസെൽസ്. ദെംസെൽസ്, സ്വയം. അത് എന്നുള്ളതിന് ഇറ്റ്. അപ്പോൾ എങ്ങനെ പറയാം? അവർക്ക് എന്തുകൊണ്ട് അത് സ്വയം ചെയ്തുകൂടാ. വൈ ഡോണ്ട് ദേ ഡു ഇറ്റ് ദെംസെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, നിങ്ങൾക്ക് നാളെ എന്നെ ഒന്ന് കാണാൻ കഴിയുമോ. നിങ്ങൾക്ക് നാളെ എന്നെ ഒന്ന് കാണാൻ കഴിയുമോ. കഴിയുമോ എന്നുള്ളതിന് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുവേ. CAN, ക്യാൻ. കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്നതിന് കുഡ് യൂസ് ചെയ്യും. ക്യാൻ അല്ലെങ്കിൽ കുഡ്. കഴിയുമോ. വന്ന് കാണുക എന്നുള്ളതിന് കം ആൻഡ് സീ എന്ന് യൂസ് ചെയ്യാവേ. വന്ന് കാണുക, കം ആൻഡ് സീ. ടുമാറോ, നാളെ. അപ്പോൾ എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് കം ആൻഡ് സീ മീ ടുമോറോ. കുഡ് യു പ്ലീസ് കം ആൻഡ് സീ മീ ടുമോറോ. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്. നിങ്ങൾക്ക് അടുത്ത ആഴ്ചയോടുകൂടി അത് അടയ്ക്കാൻ പറ്റുമോ. നിങ്ങൾക്ക് അടുത്ത ആഴ്ചയോടുകൂടി അത് അടയ്ക്കാൻ പറ്റുമോ. കഴിയുമോ അല്ലെങ്കിൽ പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് കുഡ്. നിങ്ങൾക്ക് പറ്റുമോ. കുഡ് യു. ആഴ്ച എന്നുള്ളതിന് വീക്ക്. അടുത്ത ആഴ്ച എന്നുള്ളതിന് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ചയോട് കൂടി അത് അടയ്ക്കാൻ എന്നുള്ളതിന് പേ ഇറ്റ് ബൈ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് പേ ഇറ്റ് ബൈ നെക്സ്റ്റ് വീക്ക്. കുഡ് യു പ്ലീസ് പേ ഇറ്റ് ബൈ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് മേശപ്പുറത്ത് നിന്ന് ആ സാധനങ്ങളെല്ലാം നീക്കം ചെയ്യാൻ കഴിയുമോ. നിനക്ക് മേശപ്പുറത്ത് നിന്ന് ആ സാധനങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. നിനക്ക് കഴിയുമോ എന്നുള്ളതിന് കുഡ് യു പ്ലീസ്. നിനക്ക് കഴിയുമോ. കുഡ് യു പ്ലീസ്. മേശപ്പുറത്ത് നിന്ന് എന്നതിന് നമ്മൾ ഓഫ് ദ ടേബിൾ എന്ന് യൂസ് ചെയ്യാവേ. ഓഫ് ദ ടേബിൾ. സാധനങ്ങളെല്ലാം എന്നുള്ളതിന് ഓൾ ദാറ്റ് സ്റ്റഫ്. ഓൾ ദാറ്റ് സ്റ്റഫ്. സോ എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് മൂവ് ഓൾ ദാറ്റ് സ്റ്റഫ് ഓഫ് ദ ടേബിൾ. കുഡ് യു പ്ലീസ് മൂവ് ഓൾ ദാറ്റ് സ്റ്റഫ് ഓഫ് ദ ടേബിൾ. നിങ്ങൾക്ക് മേശപ്പുറത്ത് നിന്ന് ആ സാധനങ്ങളെല്ലാം നീക്കം ചെയ്യാൻ കഴിയുമോ. അടുത്തൊരു ക്വസ്റ്റ്യനെ, ഇവിടെ അടുത്ത് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് ഉണ്ടോ. ഇവിടെ അടുത്ത് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് ഉണ്ടോ. ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഈസ് ദെയർ എന്ന് ചോദിക്കുക. ഇവിടെ ഉണ്ടോ. ഏതെങ്കിലും, എനി. പോസ്റ്റ് ഓഫീസ്. അടുത്ത് എന്ന് ചോദിക്കുന്നതിന് നിയർ ഹിയർ. ഇവിടെ അടുത്ത്, നിയർ ഹിയർ. ഈസ് ദെയർ എനി പോസ്റ്റ് ഓഫീസ് നിയർ ഹിയർ. ഇവിടെ അടുത്ത് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് ഉണ്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് രാത്രിയിലേക്ക് ടിക്കറ്റ് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ. ഇന്ന് രാത്രിയിലേക്ക് ടിക്കറ്റ് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ. എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഈസ് ദെയർ എനി ചാൻസ്. ഈസ് ദെയർ എനി ചാൻസ് ഓഫ് ഗെറ്റിൻ. കിട്ടാൻ. ടിക്കറ്റ് കിട്ടാനെന്ന് വെച്ചാൽ ഓഫ് ഗെറ്റിൻ ടിക്കറ്റ് ടു നൈറ്റ്. ഇന്ന് രാത്രിയിലേക്ക്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഇസ് ദെയർ എനി ചാൻസ് ഓഫ് ഗെറ്റിൻ ടിക്കറ്റ് ടു നൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ശരിയായ ദിശയിലാണോ പോകുന്നത്. നമ്മൾ ശരിയായ ദിശയിലാണോ പോകുന്നത്. ഓക്കെ, ശരിയായ ദിശ എന്ന് പറയുന്നതിന് റൈറ്റ് ഡിറക്ഷൻ. റൈറ്റ് ഡിറക്ഷൻ. നമ്മൾ ശരിയായ ദിശയിലാണോ പോകുന്നത്. ആർ വി ഗോയിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. ആർ വി ഗോയിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശനിയാഴ്ചത്തെ പാർട്ടിയെക്കുറിച്ച് അവനെ ഒന്ന് ഓർമ്മിപ്പിക്കാമോ. ശനിയാഴ്ചത്തെ പാർട്ടിയെക്കുറിച്ച് അവനെ ഒന്ന് ഓർമ്മിപ്പിക്കാമോ. അവനെ ഓർമ്മിപ്പിക്കുക എന്ന് വെച്ചാൽ റിമൈൻഡ് ഹിം. പാർട്ടിയെക്കുറിച്ച് എന്നുള്ളതിന് എബൌട്ട് ദ പാർട്ടി. എബൌട്ട് ദ പാർട്ടി. അവനെ ഓർമ്മിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നതിന് കുഡ് യു റിമൈൻഡ് ഹിം. ശനിയാഴ്ചത്തെ പാർട്ടിയെക്കുറിച്ച് അവനെ ഒന്ന് ഓർമ്മിപ്പിക്കാമോ. കുഡ് യു റിമൈൻഡ് ഹിം എബൌട്ട് ദ പാർട്ടി ഓൺ സാറ്റർഡേ. കുഡ് യു റിമൈൻഡ് ഹിം എബൌട്ട് ദ പാർട്ടി ഓൺ സാറ്റർഡേ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? ആ പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എന്നുള്ളതിന് എനിത്തിങ്. അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിന് ഇസ് ദെയർ എനിത്തിങ്. ഇസ് ദെയർ എനിത്തിങ് ആ പെട്ടിക്കകത്ത്? ഇൻ ദാറ്റ് ബോക്സ്. ഇസ് ദെയർ എനിത്തിങ് ഇൻ ദാറ്റ് ബോക്സ്? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനെ, എപ്പോൾ ഇറങ്ങണമെന്ന് ദയവായി എന്നോട് പറയാൻ കഴിയുമോ? എപ്പോൾ ഇറങ്ങണമെന്ന് ദയവായി എന്നോട് പറയാൻ കഴിയുമോ? ദയവായി എന്നോട് പറയാൻ കഴിയുമോ എന്നുള്ളതിന് കുഡ് യു പ്ലീസ് ടെൽ മീ. കുഡ് യു പ്ലീസ് ടെൽ മീ. എപ്പോൾ ഇറങ്ങണമെന്ന്, വെൻ ടു ഗെറ്റ് ഓഫ്. വെൻ ടു ഗെറ്റ് ഓഫ്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് ടെൽ മീ വെൻ ടു ഗെറ്റ് ഓഫ്. കുഡ് യു പ്ലീസ് ടെൽ മീ വെൻ ടു ഗെറ്റ് ഓഫ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൻ വരുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അവൻ വരുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇസ് ദെയർ എനി ചാൻസ്. ഇസ് ദെയർ എനി ചാൻസ്? അവൻ വരുന്നതിന് ഹി വിൽ കം. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഇസ് ദെയർ എനി ചാൻസ് ഹി വിൽ കം. ഇസ് ദെയർ എനി ചാൻസ് ഹി വിൽ കം? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ പണം തിരികെ കിട്ടുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ? എൻ്റെ പണം തിരികെ കിട്ടുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ? എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതിന് ഇസ് ദെയർ എനി വേ. ഇസ് ദെയർ എനി വേ ഗെറ്റിംഗ് കിട്ടുന്നതിന്? എൻ്റെ പണം, മൈ മണി. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഇസ് ദെയർ എനി വേ ഓഫ് ഗെറ്റിംഗ് മൈ മണി ബാക്ക്? ഇസ് ദെയർ എനി വേ ഓഫ് ഗെറ്റിംഗ് മൈ മണി ബാക്ക്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ആവശ്യത്തിന് ഇടയുണ്ടോ? അല്ലെങ്കിൽ എനിക്കും കൂടെ അവിടെ സ്ഥലമുണ്ടോ എന്നൊക്കെ നമ്മൾ തിരക്കത്തില്ല. അതിന് ഇസ് ദെയർ ഇനഫ് റൂം ഫോർ മീ? ഇസ് ദെയർ ഇനഫ് റൂം ഫോർ മീ? അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇസ് ദെയർ ഇനഫ് സ്പേസ് ഫോർ മീ എന്ന് നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? എന്താണ് എന്ന് ചോദിക്കുന്നതിന് വാട്ട് ഈസ്. ഏറ്റവും നല്ല വഴി എന്നതിന് ദ ബെസ്റ്റ് വേ. അപ്പം അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ് എന്ന് ചോദിക്കുന്നതിന് വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്? വാട്ട് ഈസ് the best way to do it? Thank you.